ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ബ്രഹ്മാവ് ദേവന്മാരോടുകൂടി കൈലാസത്തിൽ പോയി മഹേശ്വരനെ സ്തുതിക്കുന്ന കഥയാണ്. ശ്രീ മൈത്രേയ പറഞ്ഞു, ദക്ഷൻ യാഗം ആരംഭിച്ചത് ശിവദ്വേഷത്തോടു കൂടിയായിരുന്നല്ലോ. അത് ശുഭമായി പര്യവസാനിക്കുകയില്ലെന്ന് ശ്രീഹരിക്കും ബ്രഹ്മാവിനും മുൻകൂട്ടി അറിയാമായിരുന്നു. അതിനാൽ അവർ അതിൽ സംബന്ധിച്ചില്ല. വീരഭദ്രൻ അംഗഭംഗപ്പെടുത്തിയ ദേവർകളും ഋത്വിക്കളും ബ്രഹ്മാവിനോടുകൂടി സങ്കടം പറഞ്ഞു. ബ്രഹ്മദേവൻ പറഞ്ഞു, മഹാത്മാക്കൾ പ്രാരബ്ധവശാൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും പ്രതിക്രിയ ചെയ്യരുത്. ചെയ്താൽ മഹാദോഷമേ വരൂ. അങ്ങനെയിരിക്കെ നിരപരാധിയായ ഭഗവാനെ ദ്രോഹിച്ചാൽ പറയണമോ? യജ്ഞഭാഗത്തിന് സർവദാ അർഹനായ ശ്രീ മഹാദേവനെ നിങ്ങൾ അപമാനിച്ചത് കഷ്ടമായി പോയി. അതിനാൽ ചെയ്ത തെറ്റിനെക്കുറിച്ച് മനഃപൂർവ്വം പശ്ചാത്തപിക്കണം. എന്നിട്ട് ശ്രീശിവന്റെ പാദങ്ങളെ ഗ്രഹിച്ച് ക്ഷമായാചനം ചെയ്യണം. ആ ദേവൻ ക്ഷിപ്രപ്രസാദിയും കരുണാമൂർത്തിയുമാണ്. എന്നാൽ കോപിച്ചാലോ സകല ലോകങ്ങളും ദഹിച്ചു പോകും. ദക്ഷന്റെ ദുർവാക്കുകളാൽ ഹൃദയം മുറിപ്പെട്ടവനും പ്രിയപത്നിയുടെ നാശത്തിൽ ദുഃഖിതനുമായ പ്രഭുവിനെ വേഗം പ്രസാദിപ്പിക്കുവിൻ. നിങ്ങളുടെ സങ്കടം തീരാൻ വേറെ ഉപായമൊന്നുമില്ല. ഇപ്രകാരം ഉപദേശിച്ചിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് ബ്രഹ്മാവ് കൈലാസത്തിലെത്തി ശ്രീ സദാശിവനെ ദർശിച്ചു. ഭഗവാൻ ഒരു വരവൃക്ഷച്ചൂട്ടിൽ വീരാസനത്തിലിരുന്ന് പരമശാന്തമൂർത്തിയായി വിരാജിക്കുന്നു. ഭസ്മം, ദണ്ഡം, ജട, ചർമ്മം, ചന്ദ്രക്കല ഇവയെ ധരിച്ചിട്ടുണ്ട്. സനന്ദനാദി സിദ്ധയോഗീശ്വരന്മാരും കുബേരനും സേവിച്ചു നിൽക്കുന്നു. ഭഗവാൻ തർക്കമുദ്രയെ പ്രദർശിപ്പിച്ചുകൊണ്ട് സാധുസദാമധ്യത്തിൽ ശ്രീ നാരദർക്ക് സനാതന ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുന്നു. ബ്രഹ്മവാദികൾ ഗിരീശനെ നമസ്കരിച്ചു. ഭഗവാൻ പിതാവായ ബ്രഹ്മദേവനെയും അഭിവാദ്യം ചെയ്തു. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാൻ നിന്തിരുപടി ആദികാരണമായ സാക്ഷാൽ പരബ്രഹ്മ വസ്തുവാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നതും അവിടുന്ന് തന്നെ. അശേഷം ഭേദഭാവന കൂടാതെ നിന്തിരുവടിയിൽ സർവസമർപ്പണം ചെയ്ത സാധുക്കൾ ഒരിക്കലും ക്രോധത്തിന് വശംവദരാകുന്നില്ല. ഇതാണ് സാധുക്കളുടെ ലക്ഷണമെങ്കിൽ സദാംപതിയായ നിന്തിരുവടിയെ ക്രോധം തീണ്ടുകയില്ലെന്ന് പറയണമോ? ദക്ഷനെ പോലെയുള്ള ഭേദബുദ്ധികൾ പരോത്കർഷത്തെ സഹിക്കാനാവാതെ ഉത്തമന്മാരെ ദുർവാക്കുകളാൽ മുറിപ്പെടുത്തുന്നു. അപ്പോൾ അവരുടെ ദുഷ്കർമ്മങ്ങൾ തന്നെ അവരെ ശിക്ഷിക്കുന്നു, അല്ലാതെ അവിടുന്ന് ശിക്ഷിക്കുന്നില്ല. പ്രഭോ, കൃപാനിധിയായ നിന്തിരുവടി മൂഢന്മാരുടെ അപരാധങ്ങളെ ക്ഷമിച്ച് അനുഗ്രഹിക്കണം. ദക്ഷൻ തുടങ്ങിവെച്ച യാഗം പൂർണ്ണമാക്കണം. ദക്ഷൻ ജീവിക്കണം. ഭഗനും ഭൃഗുവിനും പൂഷാവിനും ഋത്വിക്കൾക്കും അംഗഭംഗം തീരണം. യാഗാവസാനത്തിൽ ശേഷിക്കുന്ന ദ്രവ്യങ്ങളെല്ലാം നിന്തിരുവടിക്ക് അവകാശപ്പെട്ട ഭാഗമായി ഞാനിതാ പ്രഖ്യാപിക്കുന്നു. അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് ദക്ഷയജ്ഞ സമാപനം എന്നതിനെക്കുറിച്ചാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.